അവതരിപ്പിക്കാൻ ഒരു സ്കൂൾ മുഴുവൻ നിന്ന വാർത്തയാണ് ആദ്യം. 600 പേരാണ് ഈ നാടകത്തിൽ അഭിനയിച്ചത്. വേദിയാകട്ടെ ഉദയംപേരൂർ SNDP സ്കൂളിലെ വലിയ ഗ്രൗണ്ടും. കൊച്ചിയിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക്. ഖനികളിലും നിർമ്മാണ മേഖലകളിലും ഹോട്ടലുകളിലും പണിയെടുക്കുന്ന കുരുന്നുകൾ. സമൂഹത്തിന്റെ നേർക്ക് തുറന്നുവച്ച കണ്ണാടിയാണ് ഈ കാഴ്ചകൾ. നൊബേൽ സമ്മാന ജേതാക്കളായ മലാലയുടെയും സത്യാർത്ഥിയുടെയും നേതൃത്വത്തിൽ ബാലവേലയ്ക്കെതിരെ മുദ്രാവാക്യവുമായി കുട്ടിക്കൂട്ടമെത്തി. സദാചാര പോലീസിനും കുട്ടികളെ ആക്രമിക്കുന്നവർക്കുമെതിരെ ശക്തമായ താക്കീതുമായി ഒരു നാടകം. ഒറ്റക്കെട്ടായിട്ട് ഒരൊറ്റ മനസ്സോടെ ബാലവേല നിരോധിക്കുക എന്നതായിരിക്കും ഞങ്ങളുടെ മുദ്രാവാക്യം. പഠനത്തിനൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഉദയംപേരൂർ SNDP സ്കൂളിലെ കുട്ടികളാണ് നാടകം അവതരിപ്പിച്ചത്. ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന 3000-ഓളം കുട്ടികൾക്ക് കുട്ടികളുടെ അവകാശങ്ങളെപ്പറ്റി ബോധമുണ്ടാക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു സ്ട്രീറ്റ് പ്ലേ, 600-ഓളം കുട്ടികൾ പങ്കെടുത്ത് നടത്തിയ ഒരു സ്ട്രീറ്റ് പ്ലേ ആണ്. നാടകത്തിനൊടുവിൽ കുട്ടികളെ ചേർത്തുപിടിക്കാൻ പ്രിയപ്പെട്ട ചാച്ചാജിയും എത്തി. ബാലവേല തടയാൻ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ പ്രേരിപ്പിക്കുന്നതായിരുന്നു നാടകം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.